ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിനെ അതിസാഹസികമായി തന്നെ വേദ തൻ്റെ മുറിയിലെത്തിക്കുകയാണ് കേട്ടോ. കഴുകൻ കണ്ണുകൾക്കെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് തന്നെ വേദ ധൈര്യത്തോടു കൂടി തന്നെ വിക്രമിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ഇഷിതയായിരിക്കും നമ്മുടെ വിക്രമിനെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേദയാണെങ്കിൽ വിക്രമിനെ റൂമിലേക്ക് എത്തിക്കുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ നല്ല കാലിനൊക്കെ നല്ല വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിനെ താങ്ങി എടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ വേദ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വിക്രമിനെ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും പരിചരിക്കുന്നുണ്ട് കേട്ടോ വേദ തൻ്റെ സ്നേഹവും പ്രണയവും ഒക്കെ തന്നെ വിക്രമിന് നൽകുകയാണ്. വേദയുടെ ഈ ഒരു മാറ്റവും ഈ ഒരു സ്നേഹവും ഈ ഒരു തന്നോടുള്ള ആ ഒരു സ്നേഹവും ഒക്കെ കണ്ടിട്ട് തന്നെ പരിചരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് വിക്രമിന് അതിയായ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ അസുഖം പെട്ടെന്ന് തന്നെ ഭേദമാകുകയും ചെയ്യുകയാണേ. അതേ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വന്ന് വേദയോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം വിക്രമിനെ ഒളിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിക്രമിനെ സംരക്ഷിക്കുന്നത് നീയാണ്. നിനക്കും കൂടെ ഇനി അടുത്ത പണി വരാനിരിക്കുന്നതേ ഉള്ളൂ. പോലീസ് കേസാണ്, ഒരാളെ കൊന്ന കേസാണ്, നീയും കൂടെ അകത്താകും. എന്തിനാ വെറുതെ വേദേ, നിനക്ക് ഇപ്പോഴും അവൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റങ്ങൾ വിക്രമിൻ്റെ നേരിൽ ആരോപിച്ച് വേദയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് ശ്രീകാന്ത്. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ആ തെറ്റുകൾ ആരാ ചെയ്തതെന്നും എനിക്ക് നല്ല സംശയമുണ്ട്. ഉടനെ തന്നെ ഞാൻ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രമിനെ ഒളിപ്പിച്ചത് നീയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒളിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ഏട്ടൻ എന്താണ്, ഏട്ടൻ്റെ കാര്യം നോക്കുക, ഏട്ടൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെയുണ്ട് വിക്രം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നതിനൊക്കെ തന്നെ തക്ക മറുപടി കൊടുത്ത് വേദ ശ്രീകാന്തിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തിനാണെങ്കിൽ ഒന്നും തന്നെ വേദയുടെ മുൻപിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ശ്രീകാന്തിൻ്റെ മേലിൽ വേദയ്ക്ക് നല്ല സംശയമുണ്ട് എന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലാകുകയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അച്ഛൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് ശ്രീകാന്ത് ചെന്നുടനെ തന്നെ പറയുന്നുണ്ട്, വേദയ്ക്ക് നല്ല സംശയമുണ്ട്, വേദ തന്നെയാണ് വിക്രമിനെ ഒളിപ്പിച്ചിരിക്കുന്നത്, അതെനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു തെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ എനിക്ക് പങ്കുണ്ടോ എന്നുള്ളത് അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ആ സംശയം വെച്ച് അവൾ പിടിച്ചാൽ പിന്നെ നമ്മളെല്ലാം അകത്താകും എന്നൊക്കെ പറഞ്ഞ് ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ശ്രീകാന്തും വർഷയുടെ അച്ഛനും. ഈ കാര്യങ്ങളൊക്കെ പോലീസന്മാരോട് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ മേലേക്കും അന്വേഷണം വരൂ, എൻ്റെ തൊപ്പി തെറിക്കുന്ന കേസാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സാർ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട സാറേ, സാർ അതിലൊന്നും പെടില്ല. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ 3 പേരും രക്ഷപ്പെടണമെങ്കിൽ വിക്രം ഇല്ലാതാവണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിക്രമിനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുൻപിലല്ല വാസുവിൻ്റെ മുൻപിൽ എത്തിക്കുക. പിന്നത്തെ കാര്യങ്ങൾ വാസുവൻ നോക്കിക്കൊള്ളും. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പോലീസുകാരന് ബുദ്ധി പറഞ്ഞു കൊടുക്കാനും കേട്ടോ. പോലീസുകാരന് ചെറിയ പേടിയൊക്കെ ഉണ്ട്, തൻ്റെ തൊപ്പി തെറിക്കോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിനെ പരിചരിക്കുന്ന ഓരോരോ സീൻസൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. വിക്രമിൻ്റെ കാലിന് നീര് വയ്ക്കുമ്പോൾ കുഴമ്പിട്ട് തിരുമ്പി കൊടുക്കുകയും അതുപോലെ തന്നെ ചൂട് പിടിക്കുകയും ഒക്കെ തന്നെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വിക്രം ആ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം മറ്റാർക്കും തന്നെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വേദയ്ക്ക് കൊടുക്കുന്നതിൽ നിന്ന് പങ്കിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ വേദയാണെങ്കിൽ എല്ലാവരുടെ മുൻപിൽ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നത് പോലെയൊക്കെ കാണിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ 2-3 വെച്ച് നമ്മുടെ വിക്രമിന് കൊണ്ട് കൊടുക്കാനാണ്. അങ്ങനെ വിക്രമിന് വേദ ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വിക്രമിന് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ വെച്ച് കൊണ്ട് കൊടുക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, നല്ല ഭക്ഷണം, നിൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അപാരം തന്നെയെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ 2-3 വിഭവങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ, അത് അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് സത്യം പുറത്ത് വന്നില്ലേ? അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, ശരിയാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേതാളത്തിന് ഇത്തിരി ഗമ കൂടുമെന്ന് ഓർത്തില്ല ഞാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴല്ലേ മനസ്സിലായത് എവിടുന്ന ഈ കൈപ്പുണ്യം കിട്ടിയെന്ന്. നിൻ്റെ അമ്മയുടെ കൈപ്പുണ്യം, നല്ല ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമും വാതോരാതെ കഴിക്കുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിന് കാലയിൽ ഇങ്ങനെ ചൂടൊക്കെ പിടിച്ചു കൊടുക്കാനുട്ടോ. ഈ സമയത്ത് വേദയുടെ കൈ ഒന്ന് പൊള്ളുന്നുണ്ട് കേട്ടോ. വേദ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ വയ്ക്കും, ചെറുതായിട്ട് കൈ പൊള്ളി, ഒത്തിരി പൊള്ളി, ഇല്ല അത് ചെറുതായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്
ആ ചൂടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വേദയുടെ കൈ ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നത് കാണുകയാണ് വിക്രം. ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ചൂടുവെള്ളം കൊണ്ടപ്പോൾ ഇന്നലെ പൊള്ളിയില്ലേ, എന്നിട്ട് താൻ പറഞ്ഞില്ലേ അത് ഒത്തിരി പൊള്ളലില്ലാന്ന്. ഇത്തിരി പൊള്ളി, ഇപ്പോൾ രാവിലെ ഇങ്ങനെ ചുമന്നൊക്കെ വന്നത്, സാരമില്ല, അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും അല്ലാന്ന് എന്ന് പറയുമ്പോൾ ദേ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്, മരുന്നൊന്നും ഇരിപ്പില്ലേ, മരുന്നൊക്കെ ഉണ്ട്, എന്നാലിങ്ങനെ എടുത്തോണ്ട് പോവാ, ഞാൻ പുരട്ടിത്തരാം. വേണ്ട, ഞാൻ പുരട്ടിക്കോളാം. അത് സാരമില്ല, എന്നെ ഇത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്ന എൻ്റെ പ്രിയതമല്ലേ, അപ്പോൾ നിനക്ക് ഞാൻ മരുന്ന് പുരട്ടി തന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേദ മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വിക്രം തന്നെ അത് വേദയുടെ കയ്യിൽ പുരട്ടി കൊടുക്കുകയാണേ. വിക്രമിനും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പരസ്പരം മതിമറന്ന് രണ്ട് പ്രണയിതാക്കളെ പോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. കാരണം വിവാഹശേഷം ഇവർ പ്രണയിച്ചിട്ടേ ഇല്ലല്ലോ, വഴക്കും ബഹളവും അങ്ങനെ ആ ഒരു ജീവിതമായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുമ്പോഴും അതുപോലെ തന്നെ പരസ്പരം ഇവരുടെ മനസ്സിലുള്ള സ്നേഹം കാണുമ്പോഴും പുറത്ത് വരുമ്പോഴാണ് ഇവർ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പുതിയ ജീവിതമായിരിക്കും കേട്ടോ ഇനി അങ്ങോട്ട്. അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നാവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെ വേദന വല്ലാതെ ഡൗട്ടാണ് കേട്ടോ ശ്രീകാന്തിന്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ പോലീസുകാരനോട് പറയുന്നുണ്ട്, വീട്ടിൽ തന്നെ വന്നൊന്ന് സെർച്ച് ചെയ്യണം, വേദന എനിക്ക് അത്ര വിശ്വാസമില്ല, എന്തെങ്കിലും ഒരു തെളിവ് വിക്രമിനെതിരെ നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറയണം. അങ്ങനെ പോലീസുകാർ വരുന്ന കാര്യം പെട്ടെന്ന് തന്നെ വേദ വിക്രമിനെയും അറിയിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ ആദ്യം തൻ്റെ റൂമിൽ കതകിന് ബാക്കിലായിട്ട് ഒളിപ്പിക്കുന്നുണ്ട്. അവിടേക്ക് വന്ന് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ വിക്രം കയറുകയാണ്. അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടു പോകുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാർ വന്ന് എല്ലാം തിരഞ്ഞു കഴിയുമ്പോൾ വിക്രമിനെ കിട്ടുന്നില്ല. അങ്ങനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ആരുമില്ലാന്ന്, അല്ലെങ്കിൽ തന്നെ ഒരു കൊലപ്പുള്ളിനെ ഞങ്ങൾക്ക് വീട്ടിൽ ഒളിപ്പിക്കേണ്ട കാര്യമില്ല, അത് മരുമകനായാലും ശരി മകനായാലും ശരി എന്നൊക്കെ പറയണം. അങ്ങനെ സോറിയൊക്കെ ചോദിച്ചു ജഡ്ജിയല്ലേ, അതുകൊണ്ട് തന്നെ സോറിയൊക്കെ ചോദിച്ചിട്ട് പോലീസുകാർ പോകുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുകയാണ്. ഇതിനോടകം തന്നെ വിക്രമിൻ്റെ കാലൊക്കെ ഭേദമായി കാണും. അങ്ങനെ ഇതിന് മുൻപത്തെ സീൻസൊക്കെ വളരെ രസകരമാണ് കേട്ടോ. കാരണം ഇഷിതയുടെ വീട്ടിലായിരിക്കുമ്പോൾ വിക്രമിനെ ഫോൺ ചെയ്യുന്നുണ്ട് വേദ. അങ്ങനെ പരസ്പരം ഇവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസകരമായ മുഹൂർത്തങ്ങളാണ്. അതിനുശേഷമായിരിക്കും വേദയുടെ വീട്ടിൽ വന്നിട്ടുള്ള പിന്നെ റൊമാൻറ്റിക് സീൻസൊക്കെ കാണിക്കുന്നത്. അങ്ങനെ പിന്നെ വിക്രം വേദയോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഇതിനിടയിൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ വിട്ടിട്ട് പോയത്, എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് വരെ നീ അയച്ചില്ലേ, അപ്പോൾ നിനക്ക് എന്നോട് ഒട്ടും സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ നീ അതൊക്കെ ചെയ്തത്, എന്തായിരുന്നു അതിൻ്റെയൊക്കെ കാരണങ്ങളെന്ന് ചോദിക്കുമ്പോൾ വേദ കാരണങ്ങളൊക്കെ പറയാനുണ്ട്. ആദ്യം ഒന്ന് മടിക്കുന്നുണ്ട്. പിന്നെ വിക്രമിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വേദ സത്യങ്ങളെല്ലാം തുറന്ന് പറയാണേ. അങ്ങനെ വേദ പറയുന്നുണ്ട്, അത് പിന്നെ അന്ന് അച്ഛനെ തട്ടിക്കൊണ്ട് പോയിരുന്നു, അങ്ങനെ അച്ഛനെ തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ്റെ ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അങ്ങനെ പിന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഡിമാൻഡ് വഴങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ ഡിവോഴ്സ് ചെയ്യാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിന് മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നാലോചിച്ചായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷേ എന്നോട് പറയാതെ തന്നെ എന്നിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച ആ ഒരു പേപ്പർ വിക്രമിൻ്റെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. അതിലെനിക്ക് യാതൊരുവിധ അറിവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രമും പറയുന്നുണ്ട്, അമ്മ എന്നോട് പറഞ്ഞിരുന്നു നിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ നിനക്കിതിലൊരു അറിവില്ല എന്ന് പറഞ്ഞെന്ന്. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ചത് നീയല്ലേ ഒപ്പിട്ട് കൊടുത്തത്, അതുകൊണ്ട് നീ അറിയാതെ ഒപ്പിടത്തില്ലല്ലോ എന്ന് ഓർത്തു. അത് ഞാൻ ഒരുപാട് വിഷമിച്ചു. പിന്നെ ഞാൻ നിന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോഴും നീ എന്നോട് പറഞ്ഞ ആ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കി എന്നൊക്കെ പറയാനുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലേ 1 വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്നെയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നീ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും നാണം കുണുങ്ങി നിൽക്കുന്ന ആ ഒരു സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ വിക്രം വീട്ടിൽ നിന്നും അതിലൊക്കെ ചാടി പിന്നെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ വിക്രം പ്രതികാരദാഹിയായിട്ട് നമ്മുടെ പോലീസുകാരനിട്ട് തന്നെ തൻ്റെ ആദ്യത്തെ ഉന്നം കൊടുക്കുകയാണ്. അതായത് പോലീസുകാരനെ പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ കാണുമ്പോൾ മുഖമൊക്കെ മൂടിയത് കൊണ്ട് തന്നെ പോലീസുകാരനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ആരാണ് തന്നെ ആക്രമിച്ചതെന്ന്. അങ്ങനെ പോലീസുകാരനെ പഞ്ഞിക്കിട്ടിട്ട് നമ്മുടെ വിക്രം നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും കേട്ടോ പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം കമലാമ്മേനെ കാണുന്നുണ്ട് കേട്ടോ. കമലാമ്മ അപ്പോൾ വാസുവൻ്റെ ഭീഷണിക്ക് മുൻപിൽ ബോധരഹിതയായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ദൂരത്ത് നിന്ന് തന്നെ കമലാമ്മയെ കണ്ടിട്ട് വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്നും തിരികെ വരുന്ന വിക്രമിനെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ വേദിയാണെങ്കിൽ നമ്മുടെ
ദർശനെ കണ്ട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദർശനോട് ഇതുവരെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദർശൻ പറയുന്നുണ്ട്, തെളിവുകളെല്ലാം തന്നെ വിക്രമിനെതിരാണ്, അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, വാസുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, അതാണ് ആദ്യം വേണ്ടത്, എന്നാലേ നമുക്ക് സുഗമമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ വാസുവിനെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം. കാരണം വിക്രമിൻ്റെ തല കണ്ടാൽ വെട്ടാൻ വേണ്ടിയിട്ടിരിക്കാനുള്ള നമ്മുടെ വാസുവൻ. ആദ്യം നമുക്ക് വാസുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെങ്കിൽ മതിയായ തെളിവുകൾ വാസുവിന് മുൻപിൽ നിരത്തണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് പിന്നെ വിക്രം ആ സമയത്ത് ക്യാരംസ് കളിക്കായിരുന്നു, അവിടെ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ ലൈബ്രറിയിൽ, നമുക്ക് അത് ആ ഒരു ഫുട്ടേജ് എടുക്കാം, ആ സമയം വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുമല്ലോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അത് മാത്രം പോരല്ല, തെളിവുകൾ വളരെ സ്ട്രോങ് ആണ്, വിക്രമിനെതിരെയുള്ള തെളിവുകൾ വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് വിക്രം അവിടെ നിന്നും ഓടി, അതായത് രാത്രിയിൽ നമ്മുടെ വരുണിനെ കുത്തിക്കൊലപ്പെടുത്തിയിട്ട് ശേഷം ആ ആള് അവിടെ നിന്നും ഓടി ആ ഒരു ഭാഗത്തുള്ള CCTV ഒക്കെ നമുക്ക് എടുക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വിക്രമല്ല എന്നുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ വരുത്തിയതിന് ശേഷമായിരിക്കും ദർശൻ വാസുവിനെ കാണാൻ പോകുന്നത്. അപ്പോൾ വാസുവിൻ്റെ ഭാഗത്തു നിന്നും അത്ര നല്ല രീതിയിലുള്ള പെരുമാറ്റമല്ലായിരുന്നു, അത് ദർശൻ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെയായിരുന്നു പോയതും. കാരണം തൻ്റെ മകൻ പോയ ആ ഒരു വിഷമത്തിൽ, മകൻ്റെ വിയോഗത്തിന് കാരണമായിട്ടുള്ള ആളുടെ അത്രയും വൈരാഗ്യം ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാൻ നിൽക്കില്ലല്ലോ വാസുവൻ. അങ്ങനെ വാസുവിനെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് കേട്ടോ ദർശൻ. അങ്ങനെ നമ്മുടെ വിക്രം പുറത്തിറങ്ങുകയാണ്. ശേഷമായിരിക്കും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതും. അങ്ങനെ വിക്രം അല്ല എന്ന് നമ്മുടെ വേദ തന്നെ തെളിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ വളരെ സാഹസികമായി തന്നെ നമ്മുടെ വിക്രമിനെ പുറത്തിറക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ, അപ്പോൾ വേദ പറയുന്ന ഒരു ഡിമാൻഡ്, ഇതുവഴി ഞങ്ങൾ പോകാമെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ ഏട്ടൻ്റെ മുൻപിൽ വെച്ച് തന്നെ വിക്രം എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം, എനിക്ക് നല്ല മാസ് ആയിട്ടുള്ളൊരു എൻട്രി കൊടുക്കണം, സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും വിക്രം തംസപ്പ് കൊടുക്കാനുണ്ടോ. അങ്ങനെ പിന്നെ വേദ വീട്ടിൽ നിൽക്കുമ്പോൾ വേദേനെ വന്ന് ബൈക്കിലൊക്കെ വന്ന് ബുള്ളറ്റിൽ വന്ന് നമ്മുടെ വിക്രം കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ വേദ വിക്രമിൻ്റെ കയ്യിൽ പിടിച്ച് ബൈക്കിൻ്റെ പുറകിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്ന് രണ്ടുപേരുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ വിക്രമിനെയും വേദേനയും കൂടെ ആരതി ഒഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ സ്വീകരിക്കുന്നത്. ഇതേ സമയത്തും നമ്മുടെ വാസുവനാണെങ്കിൽ ശ്രീകാന്തും അതുപോലെ തന്നെ പോലീസുകാരനും ശ്രീകാന്തിൻ്റെ അമ്മായിപ്പനും ഒക്കെ കൂടിയാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെ മനസ്സിലാക്കി വാസുവൻ പിന്നെ ശ്രീകാന്തിനെ തട്ടാനുള്ള തയ്യാറെടുപ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നത്തെ സ്റ്റോറികൾ അങ്ങനെ കുറേ അധികം അങ്ങനെ പോകും.